Alpha Oscar uniform. This is V2 Bravo Oscar Sierra. Bring the SS80. എൻ്റെ പേര് രാജേന്ദ്രൻ. ഞാൻ വളരെ താല്പര്യത്തോടെയാണ് ഈ വണ്ടി എടുക്കുന്നത്. 2014 എൻ്റെ കയ്യിൽ ഈ വണ്ടി വരുന്നത്. ഞാൻ അതിനുശേഷം വണ്ടി വരുമ്പോൾ സ്ക്രാപ്പ് കണ്ടീഷനായിരുന്നു. എൻ്റെ ഫ്രണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, ഫ്രണ്ടിൻ്റേതാണ് ഞാൻ വാങ്ങുന്നത്. അപ്പോൾ അതിനുശേഷം ഞാനിതിൻ്റെ കംപ്ലീറ്റ് പണികളും ചെയ്ത് ഈ ഒരു കണ്ടീഷനിലാക്കിയാണ് ഇത് കൊണ്ട് നടക്കുന്നത്. ഞാൻ ഈ വിൻറ്റേജ് വണ്ടികൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. 1978 മോഡൽ ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അന്ന് തൊട്ടേ ഞാൻ മാത്രം ഉപയോഗിക്കുന്നൊരു വണ്ടിയാണത്. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട് ഈ വണ്ടി, ഇത് മാരുതി 800 DX AC മോഡൽ വണ്ടി വിൽക്കുന്നു എന്ന് പറഞ്ഞപ്പം ഞാനത് താല്പര്യം കാണിക്കുകയും ഞാനിത് എടുക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ എടുക്കുമ്പോൾ ഇത് വളരെ സ്ക്രാപ്പ് കണ്ടീഷനിലായിരുന്നു. ഞാനതിന് ശേഷം എല്ലാ പണികളും ചെയ്ത് ടോപ്പ് കണ്ടീഷനാക്കി ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വെച്ചേക്കാണ്. ഇത് ഞാനൊരു വിൻറ്റേജ് കളക്ഷൻ എന്നുള്ള രീതിയിൽ എടുത്ത വണ്ടിയാണ്. എൻ്റെ ഡെയിലി യൂസിന് എനിക്കൊരു ബുള്ളറ്റും ഒരു ഇത്തിയോസ് വണ്ടിയുണ്ട്. അതാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. വിൻറ്റേജ് കാറിൻ്റെ കളക്ഷൻ കൂടാതെ എനിക്കൊരു ഹോബി ഉള്ളതെന്ന് വെച്ചാൽ അമച്വർ റേഡിയോ ആണ്, വയർലെസ് സംവിധാനം. അത് ഉപയോഗിച്ച് വേൾഡ് വൈഡ് കമ്മ്യൂണിക്കേഷൻ നടത്തുക. എൻ്റെ അമച്വർ റേഡിയോ കോൾ സൈൻ എന്ന് പറയുന്നത് V2 BOS, അങ്ങനെയാണ് എന്നെ അറിയപ്പെടുന്നത്. ഇതെൻ്റെ ഹോബിയാണ്. ഈ കാണുന്നത് VHF ആണ്. ഇത് വളരെ ഡിസ്റ്റൻസ് കുറഞ്ഞ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് VHF ബേസ്. ഇത് HF എന്ന് പറയും. ഈ HF പഴയ ഓൾഡ് മോഡൽ, പഴയ HF ആണ്. ഇത് മറ്റു രാജ്യങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെടുന്നതിന് വേണ്ടി ഈ HF ഉപയോഗിക്കുന്നത്. അതിൻ്റെ ന്യൂ വെർഷനാണിത്. ഇത് തന്നെയാണ് ഇതും അതുപോലെ തന്നെ VHF ബേസാണ്. റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഒരു ഹോബി ആയതുകൊണ്ട് ഞങ്ങൾ പരസ്പരം ബന്ധപ്പെടുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ ഈ കാണുന്നത് വയർലെസ്സിൻ്റെ ആൻറ്റീനയാണ്. ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൻറ്റീനാസ് ഉണ്ട്. ആൻറ്റീന ഉണ്ടെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റൂ. ആൻറ്റീന പ്രധാന ഘടകമാണ്. സാജിത്ത് ഓവർ. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് അനീഷ് എന്നാണ്. ലൊക്കേഷൻ ഇറ്റ്സ് ഇൻ കൊല്ലം. എക്സാക്ട് ലൊക്കേഷൻ കുണ്ടറ. ഇത് VHF ബേസ് ഓർ ഹാൻഡി കമ്മ്യൂണിക്കേഷൻ ആണ് ഫോർ ഹാം റേഡിയോ ലൈസൻസ് ഉള്ളവർക്ക് ഇതുപോലുള്ള എക്യുപ്മെന്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് വിങ് ഉണ്ടല്ലോ, അവരാണ് നമുക്ക് ഇതിന്റെ ലൈസൻസ് തരുന്നത്. സോ നമുക്കുള്ള ലൈസൻസ് ഉള്ള ഹാംസ്. ഈ വണ്ടിയിൽ ഞാൻ ആൾട്രേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ആൾട്രേഷൻ മീൻസ് വേറെ അഡീഷണൽ ഫിറ്റിങ്സ് ഒന്നുമില്ല, സ്റ്റോക്ക് കണ്ടീഷനാണ്. പിന്നെ ഈ വണ്ടി ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പാർട്സുകൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. 84 മോഡലായതുകൊണ്ട് ഇതിൻ്റെ പാർട്സുകൾ കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്. പല സ്ഥലങ്ങളിലും തപ്പി നടന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ പാർട്സുകൾ കിട്ടൂ. സ്പെയർ പാർട്സുകളെ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ സ്ക്രാപ്പിലൊക്കെ പോയി തപ്പി കൊണ്ടുവരേണ്ടി വരും. ഈ കാണുന്ന ഈ വൈപ്പർ തന്നെ നിസ്സാരമാണെങ്കിലും ഇത് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇത് സംഘടിപ്പിച്ചതിലിട്ടത്. ഈ ഒരു കണ്ടീഷനാക്കാനായിട്ട് ഞാൻ ഒരു 1.5 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട്. അത് ഒറ്റ ടൈമായിട്ടല്ല, എൻ്റെ കയ്യിൽ വന്നതിന് ശേഷമുള്ള കണക്കാണ് ഈ പറയുന്നത്. നല്ലതുപോലെ പൈസ നമ്മൾ മുടക്കിയാലേ ഇങ്ങനൊരു കണ്ടീഷനിൽ ഈ വണ്ടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂ. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന മാനസിക സന്തോഷം അതാണ് വലുത്. ഫാൻസി നമ്പറുകൾ എനിക്കിഷ്ടമാണ്. ഈ വണ്ടിയുടെ നമ്പർ എന്നെ അട്രാക്റ്റ് ചെയ്താണ്. എനിക്ക് മറ്റ് 2 വണ്ടികളുണ്ട്, അതിൻ്റെയും നമ്പറുകൾ ഫാൻസിയാണ്. പിന്നീട് മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ഒരു പ്ലാനുള്ളത് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ ഈ 800 വണ്ടിയിൽ യാത്ര ചെയ്യാനുള്ളൊരു പരിപാടിയുണ്ട്. ഉടനെ തന്നെ അത് ചെയ്യുന്നതായിരിക്കും. കന്യാകുമാരി ടു കാശ്മീർ ബുള്ളറ്റ് യാത്രയാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത്. അത് ഈ കൊറോണ ഒക്കെ ആയതുകൊണ്ട് അത് മാറ്റി ഇപ്പോഴ് മാരുതി 800 തന്നെ പോകാമെന്ന് പ്ലാൻ ചെയ്തേക്കാണ്. അങ്ങനെ പോയവരെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ആയിരിക്കും. മറ്റാരും പോയതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇതൊക്കെയാണ് എൻ്റെ വാഹന വിശേഷം.
പിന്നെ എൻ്റെ ആഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 84 മോഡൽ മാരുതി 800 കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ പോവുക. എൻ്റെ മറ്റ് 2 സുഹൃത്തുക്കൾ അനീഷ്, നൗഷാദ്, YNS, ഞങ്ങൾ 3 പേരും കൂടിയാണ് യാത്രകൾ ചെയ്യുന്നത്. പിന്നെ ആദ്യം എനിക്ക് ഈ വണ്ടി തന്ന എൻ്റെ സുഹൃത്ത് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പുള്ളിയും ഞങ്ങളുടെ യാത്രയിലൊരു പങ്കാളിയായിരുന്നു. അപ്പം കാശ്മീർ ടു കന്യാകുമാരി യാത്രയിൽ ഞങ്ങൾ 3 പേരും ഉണ്ടാവും. അത് അവരുടെ ടൈം കൂടെ നോക്കിയിട്ട് ഒരു നല്ല ഏറ്റവും അടുത്ത ഒരു സമയത്ത് ഞങ്ങൾ ഈ യാത്ര ആരംഭിക്കുന്നതാണ്.